എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതി വിഭവങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നുള്ള ഈ മൊഡ്യൂളിൽ നമ്മൾ 5 ചാപ്റ്ററാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററായ 6ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമായ വൈവിധ്യങ്ങളുടെ ലോകം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ. ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. വൈവിധ്യങ്ങളുടെ ലോകം 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 6ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമാണ് വൈവിധ്യങ്ങളുടെ ലോകം. ഇത് ഫസ്റ്റ് തന്നെ ഇവിടെ കുറേ ഫോട്ടോകളുണ്ട്. വൈവിധ്യങ്ങൾ കാണിച്ചു തരാനാണ്, അതിനുവേണ്ടി കുറേ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഫസ്റ്റ് വരുന്നൊരു പാരഗ്രാഫുണ്ട്. ഈ പാരഗ്രാഫിൽ നമുക്ക് ആകെ നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, കാലാവസ്ഥാ മേഖലകൾ അഥവാ ക്ലൈമാറ്റിക് റീജിയൻ എന്താണ് എന്നുള്ളതാണ്. എന്താണ് കാലാവസ്ഥാ മേഖലകൾ? അപ്പോൾ നിങ്ങൾ നോട്ട് എടുക്കുക, എഴുതാൻ റെഡിയായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എഴുതി തുടങ്ങാം. എന്താണ് കാലാവസ്ഥ മേഖലകൾ അഥവാ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയപ്പെടുന്നത്? കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങളാണ് കാലാവസ്ഥാ മേഖലകൾ അഥവാ ക്ലൈമാറ്റിക് റീജിയൻസ് എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണ്? ഒന്നുകൂടി പറയാം. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ എന്നറിയപ്പെടുന്നു. ഒന്നുകൂടി, കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങളാണ് കാലാവസ്ഥാ മേഖലകൾ അഥവാ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് അറിയപ്പെടുന്നത്. മഴയൊയ്യാത്ത ഉഷ്ണഭൂമികൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗോത്ര വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പിഗ്മ ഗോത്രവിഭാഗമാണ്. പിഗ്മി ഗോത്രവിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പിഗ്മി ഗോത്രവിഭാഗം എന്ന് പറഞ്ഞാൽ എവിടെയുള്ള ഗോത്രവിഭാഗമാണ്? ആഫ്രിക്കയിലെ ഗോത്രവിഭാഗമാണ് പിഗ്മി. ആഫ്രിക്കയിലെ ഗോത്രവിഭാഗമാണ് പിഗ്മി ഗോത്രവിഭാഗം. ആഫ്രിക്കയിൽ എവിടെയെന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിലെ കോങ്കോ തീരത്തുള്ള കോങ്കോ നദീതടത്തിൻ്റെ സമീപത്തുള്ള അവിടെ ജീവിക്കുന്ന ആദിവാസികൾ ഗോത്രവിഭാഗക്കാരെയാണ് പിഗ്മികൾ എന്ന് പറയുന്നത്. പിഗ്മികൾ എന്ന ഗോത്രവിഭാഗം ഏത് ഭൂഖണ്ഡമാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ കോങ്കോ നദീതടത്തിൽ പരിസരങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് പിഗ്മികൾ. പിഗ്മികളെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി ഈ പാരഗ്രാഫിൽ നമുക്ക് പറയുന്നത്. പിഗ്മികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവും. നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ആഫ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുന്നത്. അവർ ഭൂമധ്യരേഖയോട് അടുത്ത് പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ആഫ്രിക്കൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവർക്ക് ചൂട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ തൊലിയുടെ നിറം എപ്പോഴും ഇരുണ്ടതോ അല്ലെങ്കിൽ കറുത്തതോ ആയിരിക്കും. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണ് പിഗ്മികൾക്ക്. കസാവയാണ് പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം. കസാവ എന്ന് പറഞ്ഞാൽ എന്താണ്? കസാവ എന്ന് പറഞ്ഞാൽ നമ്മുടെ മരച്ചീനിയാണ് കസാവ എന്ന് പറയുന്നത്. അപ്പോൾ കസാവയാണ് പിഗ്മികളുടെ പ്രധാന ഭക്ഷണം. ഒന്നുകൂടി, ഉയരം കുറഞ്ഞതും ഇരുണ്ട നിറവും പിഗ്മികളുടെ പ്രധാന ഭക്ഷണം കസാവ അഥവാ മരച്ചീനി. ഇതുകൂടാതെ എന്തൊക്കെയാണ് അവരുടെ ഭക്ഷണം? കായ്കനികൾ, വേട്ടയാടി കിട്ടിയ മാംസം. മരച്ചീനി കൂടാതെ അവരുടെ പ്രധാന മറ്റു ഭക്ഷണങ്ങളാണ് കായ്കനികൾ, കാട്ടിൽ നിന്ന് ലഭിക്കുന്ന കായ്കനികളും അതുപോലെ വേട്ടയാടി കിട്ടിയ മാംസവും. ഏത് മൃഗത്തെയാണോ അവരെ വേട്ടയാടുന്നത് അതിൻ്റെ മാംസവും അവർ കഴിക്കും. മരച്ചീനിയും കായ്കനികളും ഏത് മൃഗത്തെയാണോ വേട്ടയാടി പിടിക്കുന്നത് അതിൻ്റെ മാംസവും അവർ കഴിക്കും. ഇവരുടെ വസ്ത്രങ്ങൾ എങ്ങനെയാണ്? വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. മാനിൻ്റെ തുകൽ എന്നാണ് ഉദ്ദേശിച്ചത് മാനിൻ്റെ തൊലിയാണ്. മാനിൻ്റെ തൊലി കൊണ്ടുള്ള വസ്ത്രവും അതുപോലെ ഇല കൊണ്ടുള്ള വസ്ത്രവും ആണ് ഇവർ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കാറ്. പിഗ്മികളുടെ വസ്ത്രങ്ങൾ എന്താണ്? മാനിൻ്റെ തുകലും ഇലകളും കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് പിഗ്മികൾ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്.
ഇനി പിഗ്മികളുടെ വീട് എങ്ങനെയാണ്? പിഗ്മികളുടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുണ്ടാക്കുന്നു. പിഗ്മികൾ എങ്ങനെയാണ് വീടുണ്ടാക്കുന്നത്? എന്തുകൊണ്ടൊക്കെയാണ്? മരച്ചില്ലകളും അതേപോലെ വലിയ ഇലകളും അതുപോലെ ഓലകളും കൊണ്ട് എങ്ങനത്തെ ഷേപ്പിൽ? അർദ്ധവൃത്താകൃതിയിലാണ് പിഗ്മികൾ വീട് ഉണ്ടാക്കുന്നത്. വനങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണിവർ. ഏത് ഗോത്ര വിഭാഗമാണെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏത് ഗോത്ര വിഭാഗങ്ങളാണെങ്കിലും അവർ വനവിഭവങ്ങളെ അല്ലെങ്കിൽ വനത്തെ സംരക്ഷിക്കുകയും വനങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുകയും അതിനെ ഒരു കേടുപാടും വരുത്താതെ പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഗോത്ര വിഭാഗങ്ങൾ. ഏത് ഗോത്ര വിഭാഗം ഏത് രാജ്യത്തെ എവിടുത്തെയാണെങ്കിലും ഇവർ വനങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാതെ അവർക്ക് പ്രകൃതിയിൽ ഇണങ്ങി ജീവിച്ചുകൊണ്ട് വനങ്ങളെ സംരക്ഷിച്ച് വനങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് പിഗ്മി ഗോത്രജനതയും. ഇനി പിഗ്മി ഗോത്രജനതയുടെ വീട് നമ്മൾ പറഞ്ഞല്ലോ, കമ്പുകൾ കൊണ്ട് അതേപോലെ ഇലകൾ ഓലകളൊക്കെ കൊണ്ട് അർദ്ധവൃത്താകൃതിയിലുള്ള വീടുകൾ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതാണ് അവരുടെ വീട്. ഇനി നമുക്ക് ഇവരുടെ വസ്ത്രം നമ്മൾ പറഞ്ഞു. മാനിൻ്റെ തൊലിയോ അല്ലെങ്കിൽ ഇലകളോ കൊണ്ടുള്ള വസ്ത്രമാണ് ഇവർ ധരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഫോട്ടോയിൽ കാണുന്നത് കുറച്ച് അതായത് ആളുകൾ ഇടപഴകി പരിചയമുള്ള ഗോത്ര വിഭാഗമാണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ ഷർട്ടുകളൊക്കെ ഇട്ടിരുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖലയായ ആഫ്രിക്കയിലെ കോങ്കോ നദീതടം ആണ് എന്ന് പറഞ്ഞു. ഇനി ആഫ്രിക്കയിലെ നമ്മൾ പറഞ്ഞു കോങ്കോ നദീതടത്താണ് പിഗ്മികൾ എന്ന് പറഞ്ഞു. പിഗ്മികൾ അപ്പോൾ അധിവസിക്കുന്ന ഈ കോങ്കോ നദീതടത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അവ എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. കോങ്കോ നദീതടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ പിഗ്മികൾ ജീവിക്കുന്ന കോങ്കോ നദീതടത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഒന്നാമത്തെ പ്രത്യേകത, വർഷം മുഴുവൻ അന്തരീക്ഷ താപം, അതുപോലെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴ. വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം, നല്ല ചൂടായിരിക്കും, പക്ഷേ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയും ലഭിക്കും. അതുകൊണ്ട് തന്നെ വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ്ഗ സസ്യങ്ങൾ, മരവാഴകൾ തുടങ്ങിയവ ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപവും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയും ലഭിക്കുന്നത് കൊണ്ട് തന്നെ വൻമരങ്ങളും വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ്ഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങളാണ് കോങ്കോ നദീതടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. കോങ്കോ നദീതടത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത വൈവിധ്യമാർന്ന ജന്തുക്കളാണ്. ഇങ്ങനെ ഇടതൂർന്ന നിത്യഹരിത സസ്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെ വൈവിധ്യമായ വിവിധ തരത്തിലുള്ള ജന്തുക്കളും ഉണ്ട്. അപ്പോൾ വൈവിധ്യമാർന്ന ജന്തുക്കളും അവിടെ ഉണ്ട്. ഇനി നിത്യഹരിത സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല പൊഴിയാത്ത സസ്യങ്ങളെയാണ് നമ്മൾ നിത്യഹരിത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവക്ക് സ്ഥിരം മഴയും സ്ഥിരം വെയിലും ലഭിക്കുന്നത് കൊണ്ട് ആവശ്യത്തിനനുസരിച്ച് സമൃദ്ധമായി തന്നെ മഴയും വെയിലും ലഭിക്കുന്നത് കൊണ്ടാണ് ഇവ ഒരിക്കലും ഇല പൊഴിയാത്തത്. അതുകൊണ്ടാണ് ഇവയെ നിത്യഹരിത വനങ്ങൾ എന്ന് പറയാൻ കാരണം. ഭൂമധ്യരേഖയോട് ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥാ സവിശേഷതകൾക്ക് കാരണം. അപ്പോൾ ഇങ്ങനെ കാലാവസ്ഥ വരാനുള്ള ഒരു പ്രധാന കാരണം ഇവർ ഭൂമധ്യരേഖയോട് അടുത്ത് താമസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സവിശേഷതകൾ അവിടെ വരാൻ കാരണം. ഇനി ആഫ്രിക്കയെ കൂടാതെ ഭൂമധ്യരേഖയോടടുത്ത് സമാന സവിശേഷതകളുള്ള മറ്റു പ്രദേശങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും സമാന സവിശേഷതകൾ നിലനിൽക്കുന്നു. ഈ ആഫ്രിക്കേൻ്റെ ഇവിടെ അല്ലാതെ ഇതേ സവിശേഷതകൾ നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടവും അതുപോലെ തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ പ്രദേശങ്ങളാണ്
ഇതേ സവിശേഷതകൾ നിലനിൽക്കുന്ന മറ്റു പ്രദേശങ്ങൾ. ആമസോൺ തടാകത്തിലെ ഗോത്രവർഗ്ഗക്കാർ, മലേഷ്യയിലെ സൊമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാക്ക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മികളെ പോലെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. ഈ ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാരും മലേഷ്യയിലെ സൊമാങ്ങുകളും ഇന്തോനേഷ്യയിലെ കുബു, ദയാക്ക് എന്നിവരും പിഗ്മികളെ പോലെ തന്നെ വനങ്ങളിൽ വസിക്കുന്നവരാണ്, ഗോത്രവിഭാഗക്കാർ തന്നെയാണ്. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്, മലേഷ്യയിലെ വിഭാഗക്കാരാണ് സൊമാങ്ങുകൾ. മലേഷ്യയിലെ ഗോത്രവിഭാഗക്കാർ സൊമാങ്ങുകൾ. ഇന്തോനേഷ്യയിലാണെങ്കിലോ കുബു, ദയാക്ക്. ഇന്തോനേഷ്യയിലെ കുബു, ദയാക്ക്. മലേഷ്യയിലെ സൊമാങ്ങുകൾ. ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ അതുപോലെ പിഗ്മികളെല്ലാം സമാനമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. കാരണം അവർ ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിലാണ് അവർ താമസിക്കുന്നത്. മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയെ മധ്യമേഖല കാലാവസ്ഥാ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ എന്താണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അഥവാ മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ. 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലകൾ അറിയപ്പെടുന്നത് എന്താണ്? മധ്യരേഖ കാലാവസ്ഥ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മധ്യമേഖല കാലാവസ്ഥാ രേഖയുടെ അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകൾ എന്താണ്? വലിയ മരങ്ങളായ, കാഠിന്യം കൂടിയ മരങ്ങളായ മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ മധ്യരേഖ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതയാണ്. മധ്യമേഖല കാലാവസ്ഥാ മേഖലയുടെ സവിശേഷത എന്താണ്? മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണുന്ന നിബിഡ വനമാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ ഒരു സവിശേഷത. സമൃദ്ധമായി മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നു. നമ്മൾ പറഞ്ഞു സമൃദ്ധമായി തന്നെ മഴയും ലഭിക്കും, അതുപോലെ വെയിലും ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ വനങ്ങളിലെ മരങ്ങളൊന്നും ഇല പൊഴിയാറില്ല. അതുകൊണ്ട് ഇവയെ എന്താണ് വിളിക്കുന്നത്? മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. മധ്യരേഖ നിത്യഹരിത വനങ്ങൾ അഥവാ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വനവിഭവശേഖരണം ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. അപ്പോൾ ഈ മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ ഒരു പ്രധാന ഉപജീവന മാർഗം ഏതാണ്? വനവിഭവങ്ങളുടെ ശേഖരണങ്ങളാണ്. അപ്പോൾ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൃദ്ധമായി മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഇല പൊഴിയാത്ത മരങ്ങളാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ട്. വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായ മധ്യരേഖ വനമേഖലകളിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗ്ഗങ്ങൾ ഇടതൂർന്ന് വളരുന്നു. അപ്പോൾ നമ്മൾ മഹാഗണി, അബണി എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയ വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായ നിബിഡ വനങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായ മധ്യരേഖ വനമേഖലകളിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗ്ഗങ്ങൾ ഇടതൂർന്ന് വളരുന്നു. 1000-ലധികം വിവിധ തരത്തിലുള്ള സസ്യവർഗ്ഗങ്ങൾ ഇടതൂർന്ന് വളരുന്ന ഒരു പ്രദേശം കൂടിയാണ് മധ്യരേഖ നിത്യഹരിത വനങ്ങൾ.
ഇനി മധ്യരേഖ നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് ആൾക്കുരങ്ങുകൾ, ലമർ, ഒറാങ്കുട്ടാൻ, അതേപോലെ തുടങ്ങിയ കുരങ്ങു വർഗ്ഗങ്ങൾ. മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ. പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ എന്നിങ്ങനെ വൈവിധ്യപൂർണ്ണമാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ. അപ്പോൾ നിത്യഹരിത മധ്യരേഖ മേഖലയിലെ വൈവിധ്യമാർന്ന ജന്തു സസ്യജാലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അപ്പോൾ ജന്തു സസ്യജാലങ്ങൾ കൊണ്ട് വൈവിധ്യമാണ് ഈ പ്രദേശം, മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. ഇനി അത് ഏതൊക്കെ നമ്മൾ മൃഗങ്ങളെ കുറേ പേര് പറഞ്ഞു. മധ്യരേഖ നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ, ആദ്യത്തെ മൃഗമാണ് ലെമർ. ലെമർ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഇതാണ് ലെമർ. ഒറാങ്കുട്ടാൻ പിന്നെ എല്ലാവർക്കും അറിയാം, ഒറാങ്കുട്ടാൻ. അതുപോലെ ആൾക്കുരങ്ങ്, ഇതും എല്ലാവർക്കും അറിയാം. ഇനി പാമ്പ്, അതുപോലെ വേഴാമ്പൽ, തത്ത. ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ ഒന്ന് കൊടുത്തതാണ്, നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഫോട്ടോ കൊടുത്തത്. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. ഈ പോയിൻ്റ് നോട്ട് ചെയ്യുക, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ വരാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണിത്. മധ്യരേഖ താഴെ തന്നിരിക്കുന്നതിൽ മധ്യരേഖ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് തെറ്റായത് എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ട് തരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ മധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. ചിലപ്പോൾ ഇതിൽ എല്ലാ പ്രദേശങ്ങളും വനങ്ങളാണ് എന്ന് കൊടുക്കാം. നമ്മൾ ഏത് വിധത്തിലും പ്രതീക്ഷിക്കണം. PSC എങ്ങനെ ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല എന്നുള്ളത് നോട്ട് ചെയ്ത് വനങ്ങളല്ല എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ വനങ്ങളാണ് എന്ന് വരും. നമ്മൾ ആ ഫ്ലോയിൽ അങ്ങനെ വായിച്ചു പോകുമ്പോൾ മുകളിലെ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയായിരിക്കും. അതങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇതും കൂടി ആയിട്ട് 4ഉം ശരി എന്നുള്ള ഓപ്ഷനിൽ തെറ്റായിട്ട് മാർക്ക് ചെയ്തൊരു മൈനസ് മേടിക്കാനുള്ള സാധ്യതകളുള്ള ഒളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ. ഈ മേഖലകളിൽ ഉൾപ്പെട്ട ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങൾ വൻ നഗരങ്ങളായി മാറിക്കഴിഞ്ഞു. അപ്പം മധ്യരേഖ കാലാവസ്ഥ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല എന്ന് പറയപ്പെടാൻ കാരണം ഇതാണ്. ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ ഈ രാജ്യങ്ങളിലൊക്കെ കൃഷി, ഖനനം, വ്യവസായം പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളൊക്കെ വൻ നഗരങ്ങളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇവയൊരിക്കലും വനം പ്രദേശങ്ങളല്ല. അതുകൊണ്ട് നമുക്ക് മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇനി ആമസോൺ തടത്തിലെ ജീവിതം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു പോകാനുള്ളൂ. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ആമസോൺ മഴക്കാടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ആമസോൺ മഴക്കാട്. കേരളത്തിലെ മഴക്കാട്, കേരളത്തിലുള്ള മഴക്കാടിന് ഉദാഹരണം ഏതാണ്? സൈലൻറ്റ് വാലിയാണ്. കേരളത്തിൽ ഉള്ള മഴക്കാടിന് ഉദാഹരണം ഏതാണ്? സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? മണ്ണാർക്കാടാണ്. ഉയർന്ന പകൽച്ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് ആധാരം. വളരെ ഉയരമുള്ള കാഠിന്യമേറിയ മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന എണ്ണിയാലൊടുങ്ങാത്ത സസ്യവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ അസംഖ്യം വരുന്ന സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങൾ, വിവിധ ഇനം കുരങ്ങുകൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ തുടങ്ങി വൈവിധ്യമാർന്ന ജന്തുലോകവും ഈ വനങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് മുതൽക്കൂട്ടാകുന്നു. അടുത്തതാണ് മഴയെത്താത്ത മണൽപ്പരപ്പുകൾ. മഴയെത്താത്ത മണൽപ്പരപ്പുകൾ എന്നുള്ള ഹെഡി. കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ ത്വാറങ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബൈഡോയിനുകൾ. അപ്പോൾ ഗോത്ര വിഭാഗങ്ങൾ എവിടെ? കാലഹാരിയിലാരാണ്? ബുഷ്മൻ. പശ്ചിമ സഹാറയിലാരാണ്? ത്വാറഗ് വംശജർ. അറേബ്യൻ മരുഭൂമിയിലെ ബൈഡോയിനുകൾ. ഒന്നുകൂടി, കാലഹാരിയിൽ ബുഷ്മൻ,
പശ്ചിമ സഹാറയിൽ ത്വാറക് വംശജർ, അറേബ്യൻ മരുഭൂമിയിൽ ബൈഡോയിനുകൾ. ഇതൊക്കെ ഓരോ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ പേരുകളാണ്. അപ്പോൾ ഈ ഗോത്രവർഗ്ഗക്കാരൊക്കെ ലോകത്തിൻ്റെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്ന ഗോത്രവിഭാഗക്കാരാണ് നമ്മളിപ്പോൾ പറഞ്ഞ 3 ഗോത്രവിഭാഗക്കാർ. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ജീവിച്ചിരുന്ന ഗോത്രവിഭാഗങ്ങളാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ബന്ധം കണ്ടെത്താനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലോ അതും അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനോ ഒറ്റയാനെ കണ്ടെത്താനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഗോത്രവിഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഗോത്രവിഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്ന ഗോത്രവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? അവർക്ക് ഉദാഹരണം ഏതാണ്? കാലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ ത്വാറക് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബൈഡോയിനുകൾ. ഇവരൊക്കെ ഉഷ്ണമേഖലാ മരുഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്ന ഗോത്രവിഭാഗങ്ങളാണ്. ഇനി ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം ഏതാണ്? 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം. ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം എവിടെയാണ്? 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം. വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത്. ഏത് വൻകരകളുടെ? 2 അർദ്ധഗോളത്തിനും 20 മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം. ഇനി മരുഭൂമികൾ, വൻകരകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കണ്ടെത്തി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ കണ്ടെത്തി പൂരിപ്പിക്കുക. സഹാറ മരുഭൂമി ആഫ്രിക്കയിലാണ്. കലഹാരി എവിടെയാണ്? അറേബ്യൻ മരുഭൂമി എവിടെയാണ്? താർ എവിടെയാണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യയിലാണ്. താർ മരുഭൂമി ഇന്ത്യയിലാണ്. ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി ഓസ്ട്രേലിയയിലാണ്. അറ്റക്കാമ, മൊഹേവ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇതുപോലൊരു കോപ്പി പേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മരുഭൂമികൾ എവിടേക്കെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി എഴുതുക. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ കണ്ടെത്തി നിങ്ങൾക്ക് കമൻറ്റിലൂടെ റിപ്ലൈ തരാം. പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ് എവിടെ? മരുഭൂമിയിലാണ് പറയുന്നത്. ഉഷ്ണമേഖല മരുഭൂമി പ്രദേശങ്ങളിലാണ് പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണിത്. മരുഭൂമി പരിസര പ്രദേശമായതുകൊണ്ട് തന്നെ മഴ കുറവാണ്. അതേപോലെ ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്ത് ചൂട് ഒന്ന് കുറയും. ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്ന ഉഷ്ണ മരുഭൂമികളിൽ കള്ളിമുൾച്ചെടികൾ, അക്കേഷ്യ തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ. ഉഷ്ണ മരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? കള്ളിമുൾച്ചെടികളും അക്കേഷ്യയും ആണ്. കള്ളിമുൾച്ചെടികളും അക്കേഷ്യയുമാണ് ഉഷ്ണ മരുഭൂമിയിലെ പ്രധാന സസ്യജാലങ്ങൾ. അതെന്തുകൊണ്ടാണ്? ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർബല്യവും അനുഭവപ്പെടുന്നു. എന്നാൽ ഈ പറഞ്ഞ സസ്യങ്ങൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഇതില്ലെങ്കിലും വളരാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ്. കള്ളിമുൾ വർഗ്ഗ സസ്യങ്ങൾക്ക് ഇലകളില്ല. മാംസളമായ കാണ്ഡമാണ് ഇവക്ക്. കള്ളിമുൾ വർഗ്ഗ സസ്യങ്ങൾ നമ്മൾ കണ്ടതാണ്, നമുക്കറിയാം. അവർക്കൊന്നും ഈ ഇലകളില്ല. മാംസളമായ കാണ്ഡം മാത്രമാണ് ഉള്ളത്. ഉഷ്ണ മരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലനങ്ങൾ ഉള്ള ജന്തുവർഗ്ഗങ്ങളാണ് ഇവിടെയുള്ളത്. ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പ് വർഗ്ഗങ്ങൾ, തേള്, പല്ലിവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇതിൽ പെടും. ഉഷ്ണ മരുഭൂമിയിലെ മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഉഷ്ണ മരുഭൂമിയിൽ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലമുള്ള ജന്തുവർഗ്ഗങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, അതുപോലെ പാമ്പ് വർഗ്ഗങ്ങൾ, തേള്, പല്ലിവർഗ്ഗങ്ങൾ എന്നിവയാണ് അവ.
ഇതിൻ്റെയൊക്കെ ഫോട്ടോ നമ്മൾക്ക് കാണിക്കാം. ഉഷ്ണമരുഭൂമികളിൽ കാണപ്പെടുന്ന ജീവികൾ കുതിര, പാമ്പ്, പല്ലി, കഴുത, കുറുക്കൻ, അതുപോലെ ഒട്ടകം. നമ്മൾ പറഞ്ഞ പോലെ കള്ളിമുൾ ചെടികളാണ്. കള്ളിമുൾ ചെടികളും അക്കേഷ്യ മരങ്ങളുമാണ് ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്നത്. ചെറിയ ചെറിയ അക്കേഷ്യ മരങ്ങളും കള്ളിമുൾ ചെടികളുമാണ് ഇവിടെ കാണുന്നത്. വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണമരുഭൂമിയിലെ ഗോത്ര ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി. ഉഷ്ണമരുഭൂമിയിലെ ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അവിടെ പ്രധാന ജീവിതോപാധി എന്താണ്? വേട്ടയാടലും കന്നുകാലി വളർത്തലും. മാംസം, പാല്, തിണവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. അപ്പോൾ ഈ ഗോത്ര വിഭാഗങ്ങളുടെ പ്രധാന ഭക്ഷണം എന്താണ്? മാംസം, പാല്, തിണവിളകൾ, ഈന്തപ്പഴം. മാംസം, പാല്, തിണവിളകൾ, ഈന്തപ്പഴം. തിണവിളകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ബജ്രയും ജോവറൊക്കെ കൃഷി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് എന്ന് ഇന്ത്യ ഭൂമിശാസ്ത്ര മോഡ്യൂളിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ചെറുധാന്യങ്ങളെയാണ് തിണവിളകൾ അഥവാ മില്ലറ്റ്സ് എന്ന് പറയുന്നത് മനസ്സിലായി. ആ ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണമാണ് ബജ്രയും ജോവറൊക്കെ. അപ്പോൾ ഈ ബജ്രയും ജോവറും മരുഭൂമി പ്രദേശങ്ങളിലാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്, രാജസ്ഥാൻ സൈഡിലാണ് എന്ന് നമ്മൾ ഇന്ത്യ ഭൂമിശാസ്ത്രം എന്നുള്ള മോഡ്യൂളിൽ ചർച്ച ചെയ്താണ്. അതിൻ്റെ കാരണം എന്താണ്? ഇവക്ക് ജലം ആവശ്യമില്ല, ജലം വളരെ കുറച്ച് മതി. അതുകൊണ്ടാണ് ഇവയ്ക്ക് അവിടെ രാജസ്ഥാൻ്റെ മരുഭൂമി പ്രദേശങ്ങളിലൊക്കെ ജോവറും ബജ്രയും ധാരാളമായി കൃഷി ചെയ്യുന്നത് എന്ന് നമ്മൾ ആ മൊഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇത് കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ് 2023 UNO അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അഥവാ മില്ലറ്റ് ഇയറായി ആചരിച്ചത്. ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഉഷ്ണമരുഭൂമികളിൽ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് സ്ഥിരം ജനവാസ മേഖലകൾ കാണപ്പെടുന്നത്. ഉഷ്ണമരുഭൂമിയിൽ മരുപ്പച്ചകൾ ഉണ്ടാകും. മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് സ്ഥിരം ജനവാസ മേഖലകൾ ഉണ്ടാകുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ മാത്രമേ അവർക്ക് വെള്ളവും ജലവും ഒക്കെ കിട്ടുള്ളൂ. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് മരുപ്പച്ചകൾ അഥവാ ഒയാസിസ് എന്ന് വിളിക്കുന്നത്. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെ എന്താണ് വിളിക്കുന്നത്? മരുപ്പച്ച അഥവാ ഒയാസിസ് എന്നാണ് വിളിക്കുന്നത്. ഒറ്റപ്പെട്ട് കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞു മരുപ്പച്ചയെ ചുറ്റിപ്പറ്റി തന്നെയാണ് കൂടുതൽ ജനവാസ മേഖലകൾ കാണപ്പെടുന്നത്. ഉഷ്ണമരുഭൂമിയിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം. ഉഷ്ണമരുഭൂമിയിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണം ഏതാണ്? ആഫ്രിക്കൻ തടത്തിൽ നൈൽ നദീതടത്തിലെ ആഫ്രിക്കയിലെ നൈൽ നദീതടമാണ് ഉഷ്ണമരുഭൂമിയിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണം. ഉഷ്ണമരുഭൂമിയിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണം ഏതാണ്? ഒന്നുകൂടിയും പറയൂ. ആഫ്രിക്കയിലെ നൈൽ നദീതടമാണ് ഉഷ്ണമരുഭൂമിയിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. ഉഷ്ണമരുഭൂമികൾ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. മരുഭൂമികളിൽ പലതും എന്തുകൊണ്ട് സമ്പന്നമാണ്? ധാതു നിക്ഷേപങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഉഷ്ണമേഖലാ മരുഭൂമികളിൽ പലതും ധാതു നിക്ഷേപം കൊണ്ട് സമ്പന്നമാണ്. ഈജിപ്ത് നൈലിൻ്റെ ദാനം. ഗിഫ്റ്റ് ഓഫ് നൈൽ. അപ്പോൾ നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഈജിപ്താണ്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നതിന് മതിയായ കാരണമുണ്ട്. നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതും നൈൽ നൽകുന്ന ജീവജലവും ഫലഭൂയിഷ്ഠമായ മണ്ണുമാണ്. ലോകത്തെ ജനസാന്ദ്രമായ മേഖലകളിൽ ഒന്നാണ് നൈൽ തടം. നൈലിനെ ഈജിപ്തിൻ്റെ ജീവരക്തം എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഈജിപ്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈജിപ്തിൻ്റെ ജീവരക്തം എന്നറിയപ്പെടുന്ന നദി ഏതാണ്?
നൈൽ നദിയാണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്, രാജ്യം ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ ഈജിപ്താണ്. പ്രധാനപ്പെട്ട പോയിൻ്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഉഷ്ണമേഖലാ മരുഭൂമി പ്രദേശം ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ് എന്ന് പറഞ്ഞു. ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. ഇത്തരത്തിലുണ്ടായ വികസനം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ്. മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ എങ്ങനെയാണ് രൂപപ്പെട്ടത്? ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. ഇത്തരത്തിലുണ്ടായ വികസനം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അറേബ്യൻ നാടുകളിലെ നഗരങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഇവിടുത്തെ പെട്രോളിയം നിക്ഷേപങ്ങളാണല്ലോ ഈ നഗര വളർച്ചയ്ക്ക് ആധാരം എന്നുള്ളതാണ്. സൗദി അറേബ്യൻ നഗരമായ റിയാദ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. റിയാദ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയും. ഒട്ടകത്തെയാണ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ചോദ്യം വന്നത്. മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകമാണ്. ചുമടുകൾ കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനും മരുഭൂമികളിൽ ഒട്ടകങ്ങളെയാണ് ആശ്രയിക്കാറ്. അതിനാലാണ് ഇവയെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ചരക്ക് ഗതാഗതത്തിന് ഒട്ടകങ്ങളെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവയെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവയുടെ ശരീരത്തിലുണ്ട്. ഇതുകൂടാതെ ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവ് കൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. ഇപ്പോൾ വെള്ളം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഒട്ടകങ്ങളുടെ ശരീരത്തിലുണ്ട്. അതല്ലാതെ തന്നെ ശരീര താപനില മിതമായിട്ട് നിലനിർത്തിക്കൊണ്ട് മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും ഒട്ടകങ്ങൾക്കുണ്ട്. ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നത് സഹായകമാണ്. അതുപോലെ ഒട്ടകത്തിൻ്റെ കാൽവിരലുകൾ ചേർന്നിരിക്കുന്ന വിരലുകളാണ്. അത് മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് ഒട്ടകത്തെ സഹായിക്കുന്നു. ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്ന് സംരക്ഷണം നേടുന്നു. പിന്നെ ഇരട്ട കൺപോളകളുണ്ട്, നീണ്ട കൺപീലികളുണ്ട്. ഇത് രണ്ടും മണൽക്കാറ്റിൽ നിന്ന് ഒട്ടകത്തിന് സംരക്ഷണം നൽകുന്നു. ഒട്ടകത്തിന് മരുഭൂമിയിൽ അതിജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ജീവിയാണ് ഒട്ടകം. മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. മുഖം മറക്കുന്ന ശിരോവസ്ത്രം ഇവരുടെ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. മരുഭൂമി നിവാസികൾ ധരിക്കുന്നത് ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ്. അതുപോലെ മുഖം മറക്കുന്ന ശിരോവസ്ത്രവും ഇവരുടെ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതയാണ്. മുഖം മറക്കുന്ന ശിരോവസ്ത്രവും ഇവരുടെ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതയാണ്. അടുത്തതാണ് മഞ്ഞുരുകാത്ത നാട്ടിൽ എന്നുള്ള അടുത്ത ഹെഡിങ്. ഇതിൽ നമുക്കൊരു ചിത്രം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്. ഇത് ഇഗ്ലു ആണ്. അപ്പോൾ മഞ്ഞിൽ വീടുണ്ടാക്കുന്നത് ഇഗ്ലു ആണ്. മഞ്ഞിലെ വീടിനെയാണ് ഇത് പറയുന്നത് ഇഗ്ലു എന്ന് പറയുന്നത്. ഇഗ്ലു വീട് നിർമ്മിക്കുന്നത് ആരാണ്? ഇന്യൂട്ട് ഗോത്രക്കാരാണ് ഇഗ്ലു വീടുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ മഞ്ഞുകാലത്ത് മഞ്ഞ് കൊണ്ട് ഇഗ്ലു വീടുകൾ നിർമ്മിക്കുന്ന ഗോത്രവർഗ്ഗക്കാരാണ് ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാരാണ്. മഞ്ഞുരുകാത്ത നാട്ടിൽ എന്നുള്ളത് ഇവിടെ ചിത്രം ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ്. ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഇഗ്ലു ആണ്. ഇഗ്ലു എന്നാണ് ഇതിൻ്റെ പേര്. ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാർ ഇഗ്ലു. അവരെന്തിനാണ്? മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലമാണ് ഇഗ്ലു. വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്തായി
സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇനൂട്ടുകൾ. ഇനൂട്ടുകൾ വാസസ്ഥലം എവിടെയാണ്? വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്താണ് മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്ന ആളുകളാണ് ഇനൂട്ടുകൾ. ഇനൂട്ടുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വാസസ്ഥലം എവിടെയാണ്? വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്താണ് ഇനൂട്ടുകൾ വസിക്കുന്നത്. വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. വർഷത്തിൽ 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇനൂട്ടുകൾ. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ജീവിത ഉപാധി. ചെറു സമൂഹങ്ങളായി ജീവിക്കുന്ന ഇവർ പ്രദേശത്ത് സ്ഥിരമായി വസിക്കുന്നില്ല. സഞ്ചാരവേളയിൽ മറ്റ് സമൂഹങ്ങളുമായി ആവശ്യ സാധന കൈമാറ്റങ്ങൾ നടത്തുന്നു. തിമിംഗലത്തിൻ്റെ എല്ലും പരിക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ച് ഇവർ വീടുകൾ നിർമ്മിക്കാറുണ്ട്. ഇനൂട്ടുകളുടെ ഒരു പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞത്. വർഷത്തിൽ തുടർച്ചയായിട്ട് 6 മാസം പകലും 6 മാസം രാത്രിയാണ് ഇനൂട്ടുകൾക്ക് ലഭിക്കുന്നത്. അവരുടെ കാലാവസ്ഥ അങ്ങനെയാണ്. പിന്നെ വിഭവങ്ങളുടെ അഭാവത്തിലും പ്രതികൂല കാലാവസ്ഥയോടും പടപൊരുതി ജീവിക്കുന്നവരാണ് ആര്? ഇനൂട്ടുകൾ. മൃഗവേട്ടയും മത്സ്യബന്ധനമാണ് ജീവിത ഉപാധി. ഇനൂട്ടുകളുടെ ജീവിതോപാധി എന്ന് പറയുന്നത് മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ്. പിന്നെ ചെറിയ സമൂഹങ്ങളായിട്ടാണ് ഇനൂട്ടുകൾ ജീവിക്കുന്നത്. പിന്നെ സ്ഥിരമായ ഒരു പ്രദേശത്ത് വസിക്കാറില്ല. പിന്നെ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ സഞ്ചാരവേളയിൽ ആവശ്യ വസ്തു കൈമാറ്റം നടത്താറുണ്ട്. അതേപോലെ ഇവർ വീട് നിർമ്മിക്കുന്നത് തിമിംഗലത്തിൻ്റെ എല്ലും പരിക്കൻ കല്ലുകളും അതുപോലെ തുകലും കൊണ്ടാണ് വീടുകൾ നിർമ്മിക്കാറുള്ളത്. ഇനൂട്ടുകൾ വേനൽക്കാലത്ത് സീല്, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടും. വേനൽക്കാലത്ത് ഹിമക്കരടി, സീല്, അതേപോലെ റെയിൻഡിയർ എന്നിവയെ വേട്ടയാടി പിടിച്ചാണ് ഇനൂട്ടുകൾ ഭക്ഷിക്കുന്നത്. ഇവയുടെ മാംസം ഭക്ഷണമായും തുകൽ വസ്ത്രമായും എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളായും പ്രയോജനപ്പെടുത്തുന്നു. ഇങ്ങനെ വേട്ടയാടി കഴിഞ്ഞാൽ ഇവർ ആ മൃഗങ്ങളെ മാംസം ഭക്ഷണമായി ഉപയോഗിക്കും, തുകലെന്ത് ചെയ്യും? വസ്ത്രമായിട്ട് ഉപയോഗിക്കും. അതുപോലെ എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളായിട്ട് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഇക്കാലത്തേക്കുള്ള ഭക്ഷണം ഇവർ മുൻകൂട്ടി കരുതി വെക്കുന്നു. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുള്ള ട്രൗസറുകളും ജാക്കറ്റുകളും ഇവരുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയിൽപ്പെടും. ഇനി ഇവിടെ പരമ്പരാഗത വസ്ത്രധാരണ രീതി അത് കാണിച്ചു തരികയാണ്. ഇനൂട്ടുകളുടെ വസ്ത്രധാരണ രീതി കാണിച്ചു തരും. പക്ഷേ ഈ 6 മാസം ഇവർ പുറത്ത് ഇറങ്ങാറില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇനി മഞ്ഞു പ്രദേശങ്ങളിൽ നമുക്ക് കാണുന്നതാണ് ഈ വളർത്തു നായ്ക്കൾ വലിക്കുന്ന പരന്ന സ്ലൈഡുകളിൽ സഞ്ചരിക്കുന്ന ഇനൂട്ടുകൾ. ഇങ്ങനെ പരന്ന സ്ലൈഡിൽ നമ്മൾ സഞ്ചരിക്കുന്നത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. വളർത്തു നായ്ക്കൾ വലിക്കുന്ന പരന്ന സ്ലൈഡുകളിൽ സഞ്ചരിക്കുന്ന ഇനൂട്ടുകൾ ഈ മേഖലയിൽ സാധാരണമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥാ മേഖലയെ തുന്ദ്ര മേഖല തുന്ദ്ര റീജിയൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ തുന്ദ്ര മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക് വൃത്തത്തിന് 66 ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥാ മേഖലയാണ് തുന്ദ്ര മേഖല എന്ന് വിളിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് 62.5 ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയാണ് തുന്ദ്ര മേഖല. ഒന്നുകൂടി, ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല പറയുന്ന പേരാണ് തുന്ദ്ര മേഖല. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസമുള്ള ഈ മേഖല ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം. അപ്പോൾ ഇതൊരു ശീത മരുഭൂമിയാണ്, തണുത്ത മരുഭൂമിയാണ് എന്ന് പറയാം. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. പുഷ്പിക്കുന്ന ചെറു സസ്യങ്ങളും കുറ്റിച്ചെടികളും ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം തലയുയർത്തുന്നു.
ഉയരമുള്ള സസ്യങ്ങൾ അപൂർവമായേ കാണാറുള്ളൂ. ധ്രുവക്കരടികൾ, റെയിൻഡിയർ, സമുദ്രജീവികളായ തിമിംഗലം, സീൽ, മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നലും പായലുമാണ് മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. പിന്നെ പുഷ്പിക്കുന്ന ചെറു സസ്യങ്ങൾ വേനൽക്കാലത്ത് മാത്രമാണ് കാണുന്നത്. പിന്നെ ഉയരമുള്ള സസ്യങ്ങൾ വളരെ കുറവാണ്. ധ്രുവക്കരടികൾ, റെയിൻഡിയർ, സമുദ്രജീവികളായ തിമിംഗലം, സീല്, മത്സ്യങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. അതിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ധ്രുവക്കരടിയാണ്. സീല് നീർനായയുടെ ഫോട്ടോ ആണ്. ഇതാണ് റെയിൻഡിയർ എന്നറിയപ്പെടുന്ന മാൻ വിഭാഗത്തിൽപ്പെട്ട മാനുകൾ. പിന്നെ തിമിംഗലം. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് അതിനെക്കുറിച്ച് അവിടെ പറയാനുള്ളത്. ഇനി ഇവിടെ മേഖലകൾ, അക്ഷാംശ വ്യാപ്തി, സസ്യങ്ങൾ, ജന്തുക്കൾ, ജനജീവിതം എന്നൊക്കെ പറഞ്ഞൊരു കോളം പൂരിപ്പിക്കാൻ തന്നിട്ടുണ്ട്. നോട്ടിൽ ഇത് കോളം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് വായിക്കുമ്പോൾ അത് സ്ട്രൈക്ക് ചെയ്യും. പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കിവിടെ ലോകത്തിൻ്റെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്, ഗ്ലോബ് തന്നിട്ടുണ്ട്. ഗ്ലോബിൽ നമുക്കറിയാം ഭൂമധ്യരേഖ നമുക്കറിയാം 0 ഡിഗ്രി. ഇനി ഈ ഭൂമധ്യരേഖക്ക് ഏറ്റവും വടക്ക് 90 ഡിഗ്രിയിലെ ശൈത്യമേഖലയും അതേപോലെ തെക്ക് 90 ഡിഗ്രിയിൽ ശൈത്യമേഖലയാണ് വരുന്നത്. ശൈത്യമേഖലക്ക് താഴെ വരുന്നത് മിതോഷ്ണ മേഖലയും അതിൻ്റെ താഴെ ഉഷ്ണമേഖല, ഇങ്ങനെയാണ് വരുന്നത്. ഭൂമധ്യരേഖയ്ക്ക് നമുക്ക് വടക്കായാലും തെക്കായാലും ഭൂമധ്യരേഖയോട് തൊട്ടടുത്ത് കിടക്കുന്നത് ഉഷ്ണമേഖലയാണ്. പിന്നെ ഏറ്റവും തലക്കെ കിടക്കുന്നത് വടക്കേ അറ്റത്ത് ഏതാണ്? ശൈത്യമേഖലയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉഷ്ണമേഖലയുടെയും ശൈത്യമേഖലയുടെയും ഇടയിലാണ് മിതോഷ്ണ മേഖല കിടക്കുന്നത്. ഇത് നമ്മൾ ഡിഗ്രി കണക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഉഷ്ണമേഖല വരുന്നത് 30 ഡിഗ്രിയിലും മിതോഷ്ണ മേഖല 65 ഡിഗ്രിയും ശൈത്യമേഖല 90 ഡിഗ്രിയുമാണ്. ഭൂമധ്യരേഖ കണക്കാക്കിയിട്ടാണെങ്കിൽ നമുക്ക് വരിക ഉഷ്ണമേഖല 30 ഡിഗ്രി, അത് വടക്കായാലും തെക്കായാലും 30 ഡിഗ്രിയിൽ ഉഷ്ണമേഖല വരും. മിതോഷ്ണ മേഖല 65 ഡിഗ്രി വരും, അത് വടക്കിലും വരും തെക്കിലും വരും. 90 ഡിഗ്രിയിൽ ശൈത്യമേഖല വരും, അത് വടക്കായാലും തെക്കായാലും 90 ഡിഗ്രിയിലാണ് ശൈത്യമേഖല വരുന്നത്. ഇതാണ് നമുക്ക് ഈ ഭൂപടം നോക്കിങ്ങാണ്ട് പഠിക്കാനുള്ള ഒരു പ്രധാന കാര്യം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഭൂപടം ഇങ്ങനെ തന്നെ നോക്കി പഠിച്ചാൽ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. നമുക്ക് കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭൂപടം നമ്മളെ മൈൻഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കോഡുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂണൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ കാറ്റിൻ്റെ ദിശ ആദ്യം നമ്മളെ റൂമിലൊരു മാപ്പ് ഒട്ടിക്കണം, കേരളത്തിൻ്റെയും ഇന്ത്യയും. എന്നിട്ട് നമുക്ക് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നുള്ള ദിശകൾ അതിൽ എഴുതി വെച്ച് നമ്മളെ മനസ്സിലാദ്യം ദിശകൾ മൈൻഡിൽ കയറ്റണം. മൈൻഡിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോട്ടോയിൽ ആരോ മാർക്ക് കണ്ട് മാപ്പ് വെച്ച് പഠിക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷനും വരില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ റൂട്ട് കിട്ടും, എവിടെ നിന്ന് എവിടേക്കാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഉഷ്ണമേഖലയും മിതോഷ്ണ മേഖലയും ശൈത്യമേഖലയും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഈ ഭൂപടം നിങ്ങൾ മൈൻഡിൽ കയറ്റുക. അപ്പോൾ പിന്നെ വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു പാരഗ്രാഫും കൂടി പഠിക്കാനുള്ളൂ. അതോടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇനി ഈ സെയിം 6ാം ക്ലാസ്സിലെ തന്നെ 12ാമത്തെ അധ്യായമാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെയുള്ള പാരഗ്രാഫിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന പോയിൻ്റുകളാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി തിരിച്ചിരിക്കുന്നത്. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ തെറ്റോ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും എന്താണ്? സൂര്യപ്രകാശ ലഭ്യത കുറഞ്ഞു വരികയാണ് എന്നുള്ള അനുബന്ധ പോയിൻ്റ് കൂടി നമ്മളിതിൽ കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അതിനനുസരിച്ച് തണുപ്പ് കൂടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല, ശൈത്യമേഖല എന്നിങ്ങനെ വരുന്നത്.
ഈ താപീയ മേഖലകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളുമുണ്ട്. ഒരു ഭൂവിഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണം. വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണം എന്തൊക്കെയാണ്? ഒരു ഭൂവിഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അതുപോലെ ഈ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നത്. ഒരു ഭൂവിഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണം ആകുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററും ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സുമായി അടുത്ത ദിവസം കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു ഫോർ യുവർ ഓൾ സപ്പോർട്ട്. നിങ്ങൾ ഇതുവരെ എനിക്ക് നൽകിയ എല്ലാ പിന്തുണക്കും നന്ദി. വീണ്ടും പിന്തുണ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.